ഗൈസ് ഞാനിവിടെ വന്നിട്ടില്ല കൊതുക് പോകാനുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുടിയിൽ ഇപ്പോൾ കൊതുക് ഇങ്ങനെ മരുവി ആയിക്കഴിഞ്ഞാൽ രാത്രി സമയത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ കൊതുകുകൾ ഇങ്ങനെ വന്നുകൊണ്ട് കൂട്ടത്തോടെ ഇങ്ങനെ മേത്തേക്ക് ഡ്രന്ന് പറഞ്ഞുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുടിയിൽ ഇങ്ങനെ വന്നുകൊണ്ട് നോക്കിയപ്പോൾ എൻ്റെ പേരൻ്റെ ഇവിടെയൊക്കെ നോക്കി അവിടെയും വെള്ളം കെട്ടിക്കൊണ്ടു. അപ്പം കണ്ട കാഴ്ചയാണിത് മക്കളെ. എത്രങ്ങാനും കൊതുകാണ് ഈ മുട്ടിട്ട് വിരിഞ്ഞിരിക്കണത്. അപ്പം നിങ്ങൾ ഈ കൊതുക് ഇല്ലാതിരിക്കാൻ വേണ്ടി 2 ഐഡിയ ആണ് ഇപ്പം ഉള്ളത്. നിങ്ങൾ വാർപ്പിൻ്റെ മുകളിൽ വെള്ളം എന്തെങ്കിലുമൊക്കെ കെട്ടിക്കുണ്ടെങ്കിൽ ആ വെള്ളം തൂത്ത് കളയുക, അതൊന്നാമത്തെ ഐഡിയ. രണ്ടാമത്തെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളില്ലേ ഇതിൽ നല്ല വെള്ളം പറന്ന് നിൽക്കുക, എന്നിട്ട് കൊതുകുകൾ ഇങ്ങനെ അതിൽ വന്ന് മുട്ടയിടും. എന്നിട്ട് കുട്ടികൾ വിരുമ്പോൾ പിന്നെ അത് കളയും. അങ്ങനെ കുറേ വട്ടം കാട്ടിക്കാൻ കൊതുക് മുട്ടയിട്ടിങ്ങാണ്ട് കുടുങ്ങും. അപ്പോൾ കൊതുക് ഇന്നിച്ച് മുട്ടയിടാൻ പറ്റുകയെന്ന് പറഞ്ഞിങ്ങാണ്ട് അങ്ങോട്ട് പറഞ്ഞു കൂട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 2 ട്രിക്ക്. ഇത് ഞങ്ങൾക്ക് കൊതുകുകൾ ജനിച്ച ഉടനെ അങ്ങനെ ഉണ്ടാവുമല്ല, ഇത് പ്രസവിക്കല കേട്ടോ, മുട്ടയിൽ നിന്ന് ഉണ്ടാവുകയാണ്. ജനിച്ച അന്ന് തന്നെ ആ കൊതുക് വിരിവില്ല. അതിൻ്റെ രൂപമാണ് ജനിച്ച ആദ്യത്തെ. പിന്നെ ചിറക് വിരിഞ്ഞ് പറക്കുക കരത് കണ്ടോ, ഇത്രങ്ങാനുമാണ്. ഗൈസ് നിങ്ങൾ കൊതുക് കടിച്ചാലുള്ള രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കിപ്പനി. അതുകൊണ്ടാണ് ഞാൻ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അത് നമുക്കിത് മെല്ലെ നിന്ന് തൂത്ത് കണ്ണൂടി. ഗൈസ് വെള്ളം ഇനി എടുക്കാൻ പോവാന്നറിയോ, ആ ഓട്ടം ഉണ്ടോ അവിടുത്തെ ആയിക്കൂടി. അപ്പോൾ ഗൈസ് കൊതുകുകളൊക്കെ വെള്ളം പറഞ്ഞിട്ട് ചാവാറായിക്കാണ്. ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.